ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്. മുട്ടയും മുരിങ്ങയും കൂടിയിട്ട് ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കുന്നു. അപ്പോൾ എൻ്റെ രീതിയിൽ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങയുടെ ഇലയാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ മുരിങ്ങയുടെ ഇല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ ഇത്. ഉച്ചയ്ക്കെല്ലാം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ചൂടോടെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി കറിവേപ്പിലൊക്കെ കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിലും എടുക്കാം, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം പോകുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുട്ടയാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മുട്ട നന്നായി ഇരുന്ന് വേവട്ടെ. ഇനി ഇതിന് ശേഷം നന്നായി ചിക്കിയെടുക്കുക. ഇതിന് ശേഷമാണ് ഞാൻ മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മുട്ട നന്നായി ചിക്കിയെടുത്ത് ഡ്രൈ ആക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയുടെ ഇലയെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചിലപ്പോൾ പുഴുങ്ങി കഴിക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഓംലേറ്റ് ആണെങ്കിലും ചില പിള്ളേർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ മിക്സാക്കി കൊടുക്കാമല്ലോ. ചീരയുടെ ഇലയോ മുരിങ്ങയുടെ ഇലയൊക്കെ ഇതിൽ മിക്സാക്കി കൊടുത്തിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. മുരിങ്ങയുടെ ഇലയൊക്കെ നന്നായി ചേർത്ത് കൊടുത്തു. ഇനി മുരിങ്ങയുടെ ഇലയും മുട്ടയും കൂടി കിടന്ന് നന്നായി വേവുന്നുണ്ട്. ഇത് നന്നായി അങ്ങ് ഡ്രൈ ആക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും എരിവൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. അത് ഉപ്പും എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ. നന്നായി അങ്ങ് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയും മുരിങ്ങയായിട്ടുള്ള കറി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കാണാനും നല്ല ഭംഗിയില്ലേ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. മുരിങ്ങയുടെ ഇലയ്ക്കാണെങ്കിലും വെന്തൊക്കെ വന്നു, മുട്ടയാണെങ്കിലും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.